തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഗുഡ് മോർണിംഗ്. സുനിൽ, ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് ഉള്ളത്? 6 മണി പിന്നിട്ടിരിക്കുന്നു. 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സുനിൽ ഉള്ള പോളിംഗ് സ്റ്റേഷനിൽ മോക്ക് പോളിംഗ് ഒക്കെ തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് അമൃത. ഞാൻ പാളയം 4-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാരടക്കമുള്ളവർ നേരത്തെ തന്നെ ആ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നു. അവരെ ഉദ്യോഗസ്ഥരും അവരും ചേർന്നാണ് ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്റെ തൊട്ട് പിന്നിൽ കാണാം മോക്ക് പോളിംഗ് നടപടികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ജില്ലയിൽ ആകെ 3264 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ പലതരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതായത് ഈ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ, ഭിന്നശേഷിക്കാർക്കുള്ള പോളിംഗ് സ്റ്റേഷനുകൾ, അങ്ങനെ നിരവധിയായ പോളിംഗ് സ്റ്റേഷനുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മോക്ക് പോളിംഗ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയൊക്കെ പ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ 90 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ആകെ 6310 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. അവരുടെ ജനവിധിയാണ് അറിയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം മാത്രം പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 വാർഡുകളാണ് ഉള്ളത്. അതിൽ 100 വാർഡുകളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസ് അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് എന്തായാലും വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് എന്നാണ് എന്ന കാര്യം പിന്നീട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 100 വാർഡുകളിൽ 101-ൽ 100 വാർഡുകളിലാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലായിടങ്ങളിലും പോളിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3262 പോളിംഗ് സ്റ്റേഷനുകളിലായി എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ വിവിധ കക്ഷികളുടെ പ്രതിനിധികളൊക്കെ ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പോളിംഗ് നടക്കുന്നത്. മോക്ക് പോളിംഗ് കഴിഞ്ഞോ? നടക്കുന്നുണ്ട്. എല്ലാം എല്ലാവരുടെയും പ്രതിനിധികളും ഒക്കെ എത്തിയിട്ടുണ്ടല്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാ തരത്തിലുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും അമൃത, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന്റെ മാത്രം ഒരു ചിത്രമെടുത്താൽ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയ്ക്ക് വലിയ തോതിൽ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീറും വാശിയും ആവേശവും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 28 ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 7 ജില്ലകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. എന്തായാലും പോളിംഗ് സുഗമമായി നടക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ബൂത്ത് കൂടിയുണ്ട്, 3-ാം നമ്പർ ബൂത്ത്. അവിടെയും ഇത്തരം മോക്ക് പോളിംഗ് അടക്കമുള്ളവ പൂർത്തിയായി വരികയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ ചർച്ചയാവുന്ന, വലിയ പ്രസക്തമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് വേണം ഇതിനെ നോക്കിക്കാണാൻ. 3 മുന്നണികളെ സംബന്ധിച്ചും ഇത് അവരുടെ ഒരു അഭിമാന പ്രശ്നമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. തിരുവനന്തപുരത്ത് മാത്രം എടുത്താൽ, തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വീറും വാശിയുമുള്ള അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള വീറും വാശിയും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ കണ്ടിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് 45 വർഷമായി തുടർച്ചയായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് LDF ആണ്. ഇത്തവണ കൂടി അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായാൽ 50 വർഷം തുടർച്ചയായി ഭരിച്ചു വന്ന വലിയ റെക്കോർഡിലേക്ക് പോകാം LDFന് കഴിയും. അതിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ
അവരെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിൽ പറയാൻ നിരവധി നേട്ടങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങൾ, അതുപോലെ കഴിഞ്ഞ 9.5 വർഷത്തോളമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഇടത് സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ, വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതൊക്കെ സാധാരണക്കാരെ അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് അവരെ എഫക്റ്റ് ചെയ്യും, അത് LDFന് ഗുണകരമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, അതെ, സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. ഇനി മുന്നണികളുടെ പ്രതീക്ഷകളൊക്കെ അറിയേണ്ടതുണ്ട്. സുനിൽ, ദയവായി തുടരൂ. സുനിലിലേക്ക് മടങ്ങിയെത്താം.